Hello my dear students, welcome to our new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആൽജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കണ്ടിന്യൂസ് ആണ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആൽജിബ്ര എന്താന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ ആൽജിബ്രയിൽ വരുന്ന ഡിഫറെന്റ് പ്രോബ്ലംസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആൽജിബ്രയിലെ ഡിഫറെന്റ് റൂൾസുകളാണ്. ഓക്കെ, സോ അതിലെ ഫസ്റ്റ് വൺ ഇസ് യൂസ് ഓഫ് വാരിയബിൾസ് ഇൻ കോമൺ റൂൾസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വാരിയബിൾ എന്താന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൽജിബ്ര പഠിക്കുന്ന സമയത്ത് അവിടെ നമ്പേഴ്സും വാരിയബിൾസിന്റെയും കോമ്പിനേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കുന്നത് വാരിയബിൾസ് ആ യൂസ് ഓഫ് വാരിയബിൾസ് ഇൻ കോമൺ റൂൾസ്. കുറച്ച് കോമൺ റൂൾസ് വാരിയബിൾസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് എങ്ങനെയാ പറയാന്നുള്ളത്. ഓക്കെ, അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് എടുത്തിട്ടുള്ളത്. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ. നിങ്ങൾ എല്ലാവരും സ്ക്വയർ പഠിച്ചിട്ടുണ്ട് അല്ലെ? അതുപോലെ തന്നെ നമ്മുടെ സ്ക്വയറിന്റെ പെരിമീറ്റർ, ഏരിയ, ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാല്ലേ. എന്തായിരുന്നു സ്ക്വയർ? വാട്ട് ഈസ് സ്ക്വയർ? സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ 4 sided പോളിഗൺ അല്ലെ? ഒരു 4 sided വരുന്ന ക്ലോസ്ഡ് ഫിഗർ, അതിനെ നമ്മൾ എന്ത് വിളിക്കും? പോളിഗൺ എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ 4 sided പോളിഗൺ ആണ് നമ്മുടെ സ്ക്വയർ. ആ സ്ക്വയറിന്റെ പെരിമീറ്റർ. ഓക്കെ, പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ. വാട്ട് ഇസ് പെരിമീറ്റർ? എന്താ പെരിമീറ്റർ എന്ന് പറഞ്ഞാല് നമ്മൾ സ്ക്വയർ ഫോം ചെയ്തിട്ടുള്ളത് 4 sides അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മളൊരു സ്ക്വയർ ഫോം ചെയ്യുക. അപ്പം ഈ 4 sidesന്റെ എല്ലാ ലെങ്ത്തും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പെരിമീറ്റർ കിട്ടും. അതായത് ചുറ്റും വരുന്ന അളവ്, അതാണ് നമ്മുടെ പെരിമീറ്റർ എന്ന് പറയുന്നത്. സോ അപ്പം the perimeter of any polygon, okay, the perimeter of any polygon is the sum of the length of its sides. അതായത് സൈഡ്സിന്റെ ലെങ്ത്തിന്റെ സം. ഓക്കെ, അതാണ് നമ്മുടെ പെരിമീറ്റർ എന്ന് വിളിക്കുന്നത്. അത് നമുക്ക് ഏത് പോളിഗൺസ് എടുത്താലും അവിടെ എന്ത് ചെയ്യാൻ പറ്റും? പെരിമീറ്റർ കണ്ടുപിടിക്കാം. എത്ര സൈഡ്സ് ഉണ്ടോ പോളിഗണ്, അതിനനുസരിച്ച് ആ സൈഡ്സിനെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, സോ എ സ്ക്വയർ ഹാസ് 4 sides and they have an equal length. നമ്മളെ സ്ക്വയറിന്റെ കേസിൽ നമുക്കറിയാം എല്ലാ സൈഡ്സും 4 sides ആണ്. ആ 4 sidesനും സെയിം ലെങ്ത് ആണ്. ഓക്കെ, സെയിം ലെങ്ത്. Then the perimeter of square is equal to sum of the length of sides of the square. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ സെയിം ലെങ്ത് വരുന്ന സൈഡ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? പെരിമീറ്റർ കിട്ടും അല്ലെ? അപ്പൊ നമ്മൾ അവിടെ ചെയ്യുന്ന എന്താണ്? അഡിഷൻ ആണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ 4 ലെങ്ത്തും കൂടെ അങ്ങ് ആഡ് ചെയ്യും. സോ അവിടെ റിപ്പീറ്റഡ് അഡിഷൻ. സോ റിപ്പീറ്റഡ് അഡിഷന് ചെയ്യുന്നതിനേക്കാളും ഈസി എന്താണ്? റിപ്പീറ്റഡ് അഡിഷൻ ഇറ്റ്സ് കോൾഡ് മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ റിപ്പീറ്റഡ് അഡിഷനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 4 സൈഡ്സിൽ ഒരു സൈഡ് എൽ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എൽ പ്ലസ് എൽ പ്ലസ് എൽ പ്ലസ് എൽ, അതാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അല്ലെ? 4 സൈഡും കൂടെ ആഡ് ചെയ്തു. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് അവിടെ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ദാറ്റ് മീൻസ് 4 എൽസ് അല്ലേ നമ്മൾ ദാറ്റ് മീൻസ് 4 എൽസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതിന് പകരം എന്ത് ചെയ്യാ? 4 into L ചെയ്യാം. ഓക്കെ, രണ്ടും എന്താണ്? സെയിം ആണ്. 4 into L. അപ്പൊ ഇവിടെ എന്താണ്? നമ്മുടെ പെരിമീറ്റർ ഓഫ് സ്ക്വയർ ഇസ് 4L. ഓക്കെ, ഇത് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും അല്ലെ? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ സ്ക്വയർ പഠിച്ച സമയത്ത് സ്ക്വയറിന്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പം അവിടെ എന്താണോ സൈഡ് തന്നിട്ടുള്ളത്, ഇവിടെ ഇപ്പം നമ്മൾ സൈഡ് L ആക്കി എടുത്തതുകൊണ്ടാണ് 4L എന്ന് പറഞ്ഞത്. ഇനി സൈഡ് A ആണെങ്കിൽ അവിടെ എന്താവും? 4A ആവും. ഇനി സൈഡ് B ആണ് തന്നതെങ്കിൽ ഇറ്റ്സ് 4B. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് വാരിയബിൾ ഇങ്ങനെ മാറ്റി കൊടുക്കാം. ഓക്കെ, സോ അതാണ് നമ്മുടെ വാരിയബിൾ. വാരിയബിൾ മീൻസ് ഇറ്റ്സ് നോട്ട് എ ഫിക്സഡ് വാല്യൂ, ഇറ്റ്സ് ചേഞ്ച് ഇറ്റ്സ് വാല്യൂ അല്ലെ? അതിന്റെ വാല്യൂ വാരിയബിൾ എന്ന് പറഞ്ഞാൽ അവിടെ ചേഞ്ച് ചെയ്യും. നമ്മൾ വാല്യൂസ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് വാരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇവിടെ നമ്മൾ 4L എന്ന് എഴുതി, അതൊരു ആൽജിബ്രിക് എക്സ്പ്രഷൻ ആണ് അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആൽജിബ്ര പഠിച്ചപ്പോൾ ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൽജിബ്രിക് എക്സ്പ്രഷൻസ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഇതുപോലെ നമ്മൾ 3N, 4L, 5B അങ്ങനെ ഒരുപാട് എക്സ്പ്രഷൻസ് ഉണ്ട്. അതുപോലത്തെ ഒരു എക്സ്പ്രഷൻ ആണ് ഈ പെരിമീറ്റർ ഓഫ് എ സ്ക്വയറിലും വരുന്നത്. ഓക്കെ, ക്ലിയർ? ഫസ്റ്റ് നമ്മൾ സ്ക്വയറിന്റെ കേസിലാണ് പഠിച്ചത് അല്ലെ? അതായത് നമ്മളെ വാരിയബിള് നമ്മൾ സ്ക്വയറിന്റെ പെരിമീറ്ററുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പഠിച്ചു. ഇനി നമ്മൾ അരിത്തമാറ്റിക്കിലാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ക്ലാസിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് നമ്മൾ ആൽജിബ്രയും അരിത്തമാറ്റിക്കും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അരിത്തമാറ്റിക്കിൽ എപ്പോഴും നമ്മൾ വരും നോർമൽ നമ്മുടെ നമ്പേഴ്സ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവിഷൻ ചെയ്യുക, ഇതൊക്കെയാണ് വരുന്നത്. അവിടെ വാരിയബിൾസ് ഇൻക്ലൂഡഡ് അല്ല. അപ്പം ഇവിടെ എന്താ കൊടുക്കുന്നത്? റൂൾസ് ഫ്രം അരിത്തമാറ്റിക്സ്. അതായത് അരിത്തമാറ്റിക്സിൽ വരുന്ന കുറച്ച് റൂളുകൾ. ഓക്കെ, ആ റൂളുകളെ നമ്മൾ എന്താക്കുകയാണ്? ജസ്റ്റ് വാരിയബിൾസ് കൊടുത്തുകൊണ്ട് പറയാം. അതായത് ജനറൽ
ഫോമിൽ പറയാൻ വേണ്ടിയിട്ട്. അതിൽ വരുന്ന ഫസ്റ്റ് ആണ് കമ്മ്യൂട്ടേറ്റിവിറ്റി ഓഫ് അഡിഷൻ ഓഫ് ടു നമ്പേഴ്സ്. കമ്മ്യൂട്ടേറ്റിവിറ്റി ഓഫ് അഡിഷൻ ഓഫ് ടു നമ്പേഴ്സ്, അതായത് രണ്ട് നമ്പേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യാണ്. അതാണ് മനസ്സിലായി അല്ലെ? നിങ്ങൾക്ക് ആ ഒരു ഹെഡിങ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ടു നമ്പേഴ്സിനെ ആഡ് ചെയ്യാന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ചെറിയൊരു കാര്യം കൂടെ ഉണ്ട്, നമുക്കൊന്ന് നോക്കി നോക്കാം. സോ ഇവിടെ ഒരു കാര്യം നിങ്ങൾ കാണുന്നുണ്ട്, ഇന്റർചേഞ്ചിങ് അല്ലെ? കമ്മ്യൂട്ടേറ്റിവിറ്റി ഓഫ് അഡിഷൻ ഓഫ് ടു നമ്പർ. അപ്പൊ അവിടെ എന്താണ്? അഡിഷൻ ആണ്. ഞാൻ പറഞ്ഞു അഡിഷൻ ആണ്, പക്ഷെ എന്തോ ഒരു കാര്യം കൂടെ പറയുന്നു. ദാറ്റ് മീൻസ് ഇന്റർചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെ? അവിടെ എന്താണ്? നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോ 2ഉം 5ഉം കൂടെ ആഡ് ചെയ്യുവാണ്. അപ്പം 2 + 5 എന്താ ആൻസർ? 2 + 5 is 7. ഓക്കെ, ഇനി ഞാൻ ആ 2 + 5നെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു. ദാറ്റ് മീൻസ് 5 + 2. അപ്പോൾ ആൻസർ എന്താ? മാറോ? മാറില്ലല്ലോ, സെയിം ആൻസർ അല്ലേ? 2 + 5 ചെയ്താലും 5 + 2 ചെയ്താലും ആൻസർ ഇസ് 7 അല്ലെ? അവിടെ ഇന്റർചേഞ്ചിങ്ങിന് നോ പ്രോബ്ലം അല്ലെ? ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസറിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? നോ. അതുകൊണ്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കമ്പ്യൂട്ടിംഗ് മീൻസ് ഇന്റർചേഞ്ചിങ്. ഓക്കെ, ഈ ലോന്റെ മീനിങ് എന്താണ്? അവിടെ ഇന്റർചേഞ്ചിങ് ചെയ്യും, ബട്ട് ആൻസേഴ്സിന് no difference. Okay, computing the order of numbers in addition does not change the sum. അപ്പൊ നമ്മൾ ആ ഒരു ഇന്റർചേഞ്ച് ചെയ്താലും അവിടെ സമ്മിൽ ഒരു ഡിഫറൻസും ഉണ്ടാവില്ല. സം ഇസ് ഓൾവേസ് സെയിം. സം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതിന് നമ്മൾ വാരിയബിൾസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തതാണ് ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ? ഇവിടെ A + B, എയും ബിയും ഒക്കെ എന്താണ്? വാരിയബിൾസ് ആണ് അല്ലെ? അവിടെ നമുക്ക് ഡിഫറെന്റ് വാല്യൂസ് കൊടുക്കാം. അതുകൊണ്ടാണ് നമ്മൾ വാരിയബിൾസ് വെച്ചിട്ട് ഈ ഒരു ലോനെ പറയുന്നത്. അപ്പം A + B = B + A. അപ്പം എയുടെ സ്ഥാനത്ത് B കൊടുത്തു, ബിയുടെ സ്ഥാനത്ത് എയും കൊടുത്തു, അങ്ങനെ മാറ്റി എഴുതി. പക്ഷെ അവിടെ ആൻസറിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവോ? ഇല്ല, നോ ഡിഫറൻസ്. ഓക്കെ, അപ്പൊ ഇന്റർചേഞ്ച് നമ്മുടെ സമ്മിനെ എഫക്ട് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 5 + 3 = 3 + 5. 5 + 3 is 8 and 3 + 5 is also 8. രണ്ടും ആൻസർ എന്താണ്? 8 ആണ്. ഓക്കെ, അപ്പം ഈ ഒരു റൂള് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. റൂൾസ് ഫ്രം അരിത്തമാറ്റിക് ആണ്. നമ്മുടെ അരിത്തമാറ്റിക്കിൽ വരുന്ന ഒരു റൂളാണ് കമ്മ്യൂട്ടേറ്റിവിറ്റി ഓഫ് അഡിഷൻ ഓഫ് ടു നമ്പേഴ്സ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അടുത്തയിലോട്ട് പോവാം. നമ്മൾ ഫസ്റ്റ് അഡിഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? ഇന്റർചേഞ്ച് ചെയ്താലും നോ പ്രോബ്ലം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷന്റെ കേസ് ആണ്. അതായത് കമ്മ്യൂട്ടേറ്റിവിറ്റി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു നമ്പേഴ്സ്. നമ്മൾ രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ അതിന്റെ ആ ഒരു പൊസിഷന് മാറ്റം വന്നാൽ ആൻസറിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ? അഡിഷന്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്? മാറ്റം ഉണ്ടോ? നോ അല്ലെ? നമ്മുടെ സം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് സെയിം ആയിരിക്കും. ഇന്റർചേഞ്ചിങ് വന്നാലും നോ പ്രോബ്ലം. ഓക്കെ, അതുപോലെ തന്നെയാണ് മൾട്ടിപ്ലിക്കേഷന്റെ കേസിലും. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു നമ്പേഴ്സ്, ദി ഓർഡർ ഓഫ് ടു നമ്പേഴ്സ് ബീങ് മൾട്ടിപ്ലൈഡ് ഡസ് നോട്ട് മാറ്റർ. കമ്പ്യൂട്ടിംഗ് ദി ഓർഡർ ഓഫ് നമ്പേഴ്സ് ഇൻ മൾട്ടിപ്ലിക്കേഷൻ ഡസ് നോട്ട് ചേഞ്ച് ദി പ്രൊഡക്റ്റ്. അതായത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പറയുന്ന വേറൊരു വേർഡാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അല്ലെ? രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ആ രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ രണ്ടും മീനിങ് സെയിം ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ അതിനെ വാരിയബിൾസ് ആയിട്ട് കൊടുക്കുകയാണ്. എയും ബിയും ആണ് രണ്ട് നമ്പേഴ്സ് ആക്കി എടുത്തിട്ടുള്ളത്. ഓക്കെ, എ ഇസ് ദി ഫസ്റ്റ് നമ്പർ ആൻഡ് ബി ഇസ് ദി സെക്കൻഡ് നമ്പർ. സോ അപ്പം എ ഇൻറ്റു ബി ചെയ്താലും ബി ഇൻറ്റു എ ചെയ്താലും എന്താണ്? ആൻസർ ഇസ് സെയിം. അവിടെ ഒരു ഡിഫറൻസും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ 4 × 2 ചെയ്തു. 4 × 2 എന്താണ്? 4 × 2 is 8 ആണ്. ഞാൻ അത് തിരിച്ചു ചെയ്തു. 2 × 4. 2 × 4 ചെയ്താലും ആൻസർ എന്താണ്? 8 ആണ്. അപ്പൊ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴും എന്താണ്? സം, അതായത് ആൻസറിൽ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. പ്രൊഡക്റ്റിൽ നോ ചേഞ്ച്. ഓക്കെ, ഇന്റർചേഞ്ചിങ് ചെയ്താലും നോ പ്രോബ്ലം. ദാറ്റ് ഈസ് ദി റൂൾ കമ്മ്യൂട്ടിവിറ്റി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു നമ്പേഴ്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ദെൻ നെക്സ്റ്റ് റൂൾ. ഇതൊക്കെ നമ്മൾ അരിത്തമാറ്റിക്സിൽ വരുന്ന റൂൾ തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ അഡിഷനിൽ പഠിച്ചു, പിന്നെ മൾട്ടിപ്ലിക്കേഷനിൽ പഠിച്ചു. ഇനി അടുത്തൊരു റൂൾ തന്നെയാണ്. നേരത്തെ രണ്ടും സെയിമിലായിരുന്നു. കമ്മ്യൂട്ടേറ്റിവിറ്റിയിൽ അഡിഷനും പഠിച്ചു, മൾട്ടിപ്ലിക്കേഷനും പഠിച്ചു. ഇനി നമ്മൾ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഓഫ് നമ്പേഴ്സ്, അടുത്ത റൂളാണ് ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഓഫ് നമ്പേഴ്സ്. ഇവിടെ എന്താണ് വരുന്നത് നമുക്ക് നോക്കാം. നേരത്തെ ഒക്കെ നമ്മൾ പറഞ്ഞപ്പം രണ്ട് നമ്പേഴ്സിലാണ് നമ്മൾ പറഞ്ഞത്. എയും ബിയും എടുത്തു, അത് ആഡ് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു അല്ലെ? A + B ചെയ്തു, അതെന്തിനോട് ഈക്വൽ ആ? B + A നോട് ഈക്വൽ ആണ്. A × B ചെയ്താൽ അത്
എന്തുകൊണ്ട് ഈക്വൽ ആണ്? ബി ഇൻറ്റു എനോടും ഈക്വൽ ആണ്. ഇവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി പറയണമെങ്കിൽ നമുക്ക് 3 നമ്പേഴ്സ് വേണം. ഓക്കെ, ഏതൊക്കെയാ നമ്മുടെ 3 നമ്പേഴ്സ്? എ, ബി ആൻഡ് സി. നമ്മൾ 3 വാരിയബിൾസ് ആണ് എടുക്കുന്നത്. നമുക്ക് നമ്പേഴ്സ് ആയിട്ടല്ല നമ്മൾ എടുക്കുന്നത്, ഇവിടെ വാരിയബിൾസ് ആയിട്ടാണ്. ഇത് നമുക്ക് നമ്പേഴ്സിൽ ഇട്ട് ചെയ്ത് നോക്കാം, അപ്പൊ സെയിം ആയിരിക്കും ആൻസർ കിട്ടുന്നത്. ഓക്കെ, സോ അപ്പൊ ഇവിടുത്തെ റൂള് പറയുന്നത് എ ഇൻറ്റു ബി പ്ലസ് സി, എ ഇൻറ്റു ബി പ്ലസ് സി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു സി, ഇതിനോട് ഈക്വൽ ആണ്. അതായത് നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും അതുപോലെ ഇത് രണ്ടും ഇൻറ്റു ചെയ്ത് ആ കിട്ടുന്ന ആൻസർ കൊണ്ട് ഇത് രണ്ടും ഇൻറ്റു ചെയ്ത ആൻസറും കൂടെ ആഡ് ചെയ്താലും സെയിം ആൻസർ ആണ് കിട്ടുന്നത്. ഓക്കെ, അതാണ് ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിന് ഇതാ ഇവിടെ ക്വസ്റ്റ്യൻ കണ്ടോ, ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 7 into 38, 7 into 38 ആണ്. 7 into 38 ചെയ്താൽ നമുക്ക് എത്ര ആൻസർ കിട്ടുക? നോർമൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത 7 into 38 നമുക്ക് ഇവിടെ ചെയ്യാം. 7 into 38 ചെയ്താൽ നമുക്ക് കിട്ടുക എത്രയാ? 266 ആണ് അല്ലെ? നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 7 into 38 ചെയ്താൽ മതി. 266 കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, കിട്ടും. ഇതാണ് ആൻസർ കേട്ടോ, 266 ആണ്. ഇനി നമ്മൾ ഇതിനെ ഒന്ന് മാറ്റി എഴുതുവാണ്. അതാണ് ഇവിടെ ചെയ്തത്. നമുക്ക് ഈ 38 ഉണ്ടല്ലോ, 38നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 30 plus 8 എന്ന് എഴുതി കൂടെ? 30 plus 8 എന്താ? 38 ആണ്. അപ്പൊ നമ്മൾ ഇതാ ഇവിടെ ഈ 38നെ 30 plus 8 എന്ന് എഴുതി. ഓക്കെ, 30 plus 8. അപ്പൊ ഇവിടെ 7 into 30 plus 8. അപ്പൊ ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോഴും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് 7 into 38 ചെയ്യുമ്പോഴും ആൻസർ സെയിം ആയിരിക്കും എന്നാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഓഫ് നമ്പേഴ്സ് റൂൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് 7 into 30 ചെയ്യണം അല്ലെ? 7 into 30, 7 into 30. പിന്നെ അടുത്ത് 7 into 8, 7 into 8. ഓക്കെ, അപ്പൊ 7 into 30 എന്ന് പറഞ്ഞാൽ എത്ര? 7 into 30 is 210 ആണ്. പിന്നെ അതിന്റെ കൂടെ 7 into 8 is 56. അപ്പൊ 210ഉം ഈ 56ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 266 കിട്ടും. അപ്പൊ നമ്മൾ ഫസ്റ്റ് 7 into 38 ചെയ്യുമ്പോഴും ഇതുപോലെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുമ്പോഴും നമ്മുടെ ആൻസർ എന്താണ്? സെയിം ആണ്. സോ ദിസ് ഇസ് ദി റൂൾ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഓഫ് നമ്പേഴ്സ്. a into b plus c is equal to a into b plus a into c. a into b ചെയ്യുമ്പോഴും a into c ചെയ്തിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴും എന്താണ്? സെയിം ആൻസർ ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു റൂള് ക്ലിയർ ആയോ? നമ്മുടെ അരിത്തമാറ്റിക് വരുന്ന റൂൾസ് ആണ്. നമ്മൾ കമ്മ്യൂട്ടേറ്റിവിറ്റി പറഞ്ഞു, അതിനുശേഷം ഡിസ്ട്രിബ്യൂട്ടിവിറ്റി. ഓക്കെ, അപ്പം ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. നമ്മൾ ബേസിക് ആയിട്ട് വരുന്ന കുറച്ച് റൂൾസ് ആണ് പറഞ്ഞത്. അത് നമ്മൾ പോളിഗൺസിൽ വരുന്ന റൂൾ ആയിരുന്നു പറഞ്ഞത് അല്ലെ? നമ്മുടെ പെരിമീറ്ററിന്റെ കേസ്, അതായത് 4L എന്ന് കിട്ടി അല്ലെ? നമ്മൾ നമ്മുടെ സ്ക്വയറിന്റെ ഒരു സൈഡ് L ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പെരിമീറ്റർ 4L ആയിരിക്കും. ഓക്കെ, അതുപോലെ നമുക്ക് ഡിഫറെന്റ് പോളിഗൺസ് എടുക്കാം, അതിനനുസരിച്ച് നമ്മൾ ഒരു സൈഡ് കൊടുത്താൽ മതി. ഓക്കെ, ദെൻ അതിന്റെ ബേസിൽ വരുന്ന ഒരു പ്രോബ്ലം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. സോ ക്വസ്റ്റ്യൻ ഈസ് ദി സൈഡ് ഓഫ് റെഗുലർ ഹെക്സഗൺ ഈസ് ഡിനോട്ടഡ് ബൈ L. ഇവിടെ ഒരു റെഗുലർ ഹെക്സഗൺ ആണ്. വാട്ട് ഈസ് റെഗുലർ ഹെക്സഗൺ? ഫസ്റ്റ് എന്താ ഹെക്സഗൺ എന്ന് പറഞ്ഞാല്? ഹെക്സഗൺ ഈസ് എ പോളിഗൺ അല്ലെ? ഒരു പോളിഗൺ ആണ്. സോ എക്സ, അതിന്റെ മീനിങ് എന്താണ്? 6 സൈഡ്സ് ഉണ്ടാവും. സോ 6 sided polygon is called hexagon. ആൻഡ് അവിടെ റെഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെഗുലർ എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും അല്ലെ? ഈക്വൽ ആയിട്ട് വരുന്ന ഒരു പോളിഗൺ ആണ്. 6 sides ഈക്വൽ ആയിട്ട് വരുന്ന പോളിഗൺ ആണ് നമ്മുടെ റെഗുലർ ഹെക്സഗൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ റെഗുലർ ഹെക്സഗന്റെ സൈഡ് L എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ എക്സ്പ്രസ് ദി പെരിമീറ്റർ ഓഫ് ദി ഹെക്സഗൺ യൂസിങ് L. ഒരു ഹിന്റും കൂടെ ഉണ്ട്. എ റെഗുലർ ഹെക്സഗൺ ആസ് ഓൾ ഇറ്റ്സ് 6 sides ഈക്വൽ ഇൻ ലെങ്ത്. അത് ഈക്വൽ ആയിരിക്കും ലെങ്ത്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്രസ് ദി പെരിമീറ്റർ. പെരിമീറ്റർ ആണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. ഈ റെഗുലർ ഹെക്സഗന്റെ പെരിമീറ്റർ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. വാട്ട് ഇസ് പെരിമീറ്റർ? എന്താ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ? സം ഓഫ് ഓൾ സൈഡ്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു പെരിമീറ്റർ അല്ലെ? അതാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് എഴുതാം, പെരിമീറ്റർ.
ഓൾ സൈഡ്സിന്റെ സം ആണ് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് അങ്ങനെ തന്നെ ചെയ്തു നോക്കാം അല്ലെ. എല്ലാം കൂടെ ഒന്ന് സം ചെയ്ത് നോക്കാം. എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ഒരു സൈഡ് നമ്മൾ എൽ ആണ് കൊടുത്തത്, അപ്പൊ എല്ലാ സൈഡ്സും എൽ ആണ്. സോ എൽ പ്ലസ് എൽ പ്ലസ് എൽ പ്ലസ് എൽ പ്ലസ് എത്ര എൽ ഉണ്ട്? 5 6. അപ്പൊ 6 എൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? 6 എൽ ആയിരിക്കും അല്ലെ. ആൻസർ 6 എൽ. ഇത് നമ്മൾ ഇങ്ങനെ ഓരോന്നായിട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അഡിഷൻ അല്ലെ. ഇങ്ങനെ അഡിഷൻ, മൾട്ടിപ്പിൾ അഡിഷൻ ചെയ്യുന്ന എന്താണ്? റിപ്പീറ്റഡ് അഡിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ഇവിടെ നമ്മൾ റിപ്പീറ്റഡ് അഡിഷൻ ആണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ നമ്മൾ ഇവിടെ എത്ര സൈഡ്സ് ഉണ്ട് നോക്കുക, എന്നിട്ട് ആ സൈഡ് എത്ര നമ്പർ ഉണ്ടോ അതിനെ ഒരു സൈഡ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ആൻസർ ഇസ് 6L. അപ്പൊ ഇങ്ങനെ എൽ പ്ലസ് എഴുതുന്ന സ്റ്റെപ്പ് വേണ്ട. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് എഴുതിയിട്ടുണ്ട് എന്നേ ഉള്ളൂ. ഇനി വരുന്ന ക്വസ്റ്റ്യൻസിൽ അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ഇവിടെ നമുക്ക് പെരിമീറ്റർ എന്ത് വന്നു? 6L വന്നു. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? യെസ്. ഇനി നമ്മൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? എ ക്യൂബ് ഇസ് എ 3-dimensional figure as shown in the figure. It has 6 faces and all of them are identical squares. The length of edge of cube is given by L. Find the formula for the total length of the edges of a cube. അപ്പൊ ഇവിടെ ഒരു ക്യൂബ് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ക്യൂബ് എന്ന് പറയുമ്പോൾ അവിടെ ടോട്ടൽ 6 ഫേസസ് ഉണ്ടാവും അല്ലെ. ഒരു ക്യൂബിന് എത്ര ഫേസസ് ആണ് ഉണ്ടാവുക? 6 ഫേസസ് ഉണ്ടാവും. ക്യൂബ് എന്ന് പറയുന്ന ഒരു 3D ഫിഗർ ആണ്. 3D ഫിഗർ ആണ് നമ്മുടെ ക്യൂബ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എഡ്ജ് ആണ് തന്നിട്ടുള്ളത്. എഡ്ജ് ലെങ്ത് എത്രയാണ്? L ആണ് തന്നത്. ഈ ക്യൂബിന്റെ എഡ്ജ് ലെങ്ത് L. ദെൻ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദി ഫോർമുല ഫോർ ദി ടോട്ടൽ ലെങ്ത് ഓഫ് ദി എഡ്ജസ് ഓഫ് എ ക്യൂബ്. അപ്പൊ ഈ ഒരു ക്യൂബിന്റെ ടോട്ടൽ എഡ്ജസിന്റെ ലെങ്ത് ആണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്. അപ്പം ഫേസസ് 6 ഫേസസ് ഉണ്ട് ക്യൂബിന്, പക്ഷെ എത്ര എഡ്ജസ് ഉണ്ടാവും? ഹൗ മെനി എഡ്ജസ് ഇൻ 1 ക്യൂബ്? എത്ര എഡ്ജസ് ആണ്? ടോട്ടൽ 12 എഡ്ജസ് ഉണ്ടാവും അല്ലെ. ഇങ്ങനെ വരുന്ന 12 എഡ്ജസ് ആണ്. ഇവിടെ 1 2 3 4, അടുത്തത് ഇവിടെ ഉണ്ടാവും അതുപോലെ 1 2 3 4, പിന്നെ 1 2 3 4, അങ്ങനെ ടോട്ടൽ എത്രയുണ്ട്? 12 എഡ്ജസ് വരും ഒരു ക്യൂബിന്. അപ്പൊ ഈ എഡ്ജസിന്റെ ലെങ്ത് ആണ് ടോട്ടൽ ലെങ്ത് ഓഫ് ദി എഡ്ജസ്. എഡ്ജസിന്റെ ടോട്ടൽ ലെങ്ത് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ L പ്ലസ് എത്ര ടൈം ആഡ് ചെയ്യണം? 12 ടൈംസ്. അപ്പൊ നമ്മൾ വീണ്ടും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള അഡിഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. ദാറ്റ് മീൻസ് 12 എഡ്ജസ് ആണ്. സോ 12 into L, ദാറ്റ് മീൻസ് 12L ആണ് നമ്മുടെ ടോട്ടൽ ലെങ്ത് ഓഫ് ദി എഡ്ജസ് ഓഫ് എ ക്യൂബ്. അപ്പൊ നമുക്ക് എഴുതാം ടോട്ടൽ length of the edges of a cube is equal to total 12 edges ആണ്. അപ്പൊ അതുകൊണ്ട് 12L. അപ്പം 12L ആണ് നമുക്ക് ഇവിടെ ആൻസർ കിട്ടിയിട്ടുള്ളത്. ക്ലിയർ ആയില്ലേ? നമ്മൾ L പ്ലസ് എന്ന് 12 ടൈംസ് ചെയ്യണോ? വേണ്ട. നമുക്കവിടെ റിപ്പീറ്റഡ് അഡിഷൻ, ദാറ്റ് ഇസ് കോൾഡ് മൾട്ടിപ്ലിക്കേഷൻ. സോ 12L ആണ് നമുക്കിവിടെ എഡ്ജസിന്റെ ടോട്ടൽ ലെങ്ത് കിട്ടുന്നത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഈസ് ടു ഫൈൻഡ് സം ഓഫ് 3 numbers 14, 27 and 13. We can have 2 ways. അപ്പൊ ഇവിടെ 2 കേസസ് കൊടുത്തിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ജസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ 14, 27 and 30. അത് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ ആഡ് ചെയ്യാം? അതിന് 2 കേസസ് ആ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, we may first add 14 and 27 to get 41. And then add 13 to it to get the total sum 54. അത് നമ്മൾ എന്ത് ചെയ്യുക? 14ഉം 27ഉം ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 41 കിട്ടും. ആ 41ന്റെ കൂടെ 13 ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് 54 ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇനി തൊട്ടടുത്ത് നോക്കിക്കേ,
we may add 27 and 30 to get 40. അത് നമ്മൾ 27 ഉം 30യും കൂടെ ആഡ് ചെയ്യുന്നു, അപ്പൊ നമുക്ക് 40 കിട്ടി. ദെൻ ആ 40യുടെ കൂടെ നമ്മൾ 14 കൂടെ ആഡ് ചെയ്യുക. സോ അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 54 കിട്ടി. അപ്പൊ എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ആൻസർ എന്താണ്? 54 ആണ് അല്ലെ. ദെൻ പിന്നെ ഇവിടെ എന്താ കൊടുത്തേ? ഇതാ ഇവിടെ ജസ്റ്റ് ആ കാര്യം ഒന്ന് മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 14 + 27 ആ കിട്ടുന്ന ആൻസർ കൊണ്ട് 13 ആഡ് ചെയ്തു. ദെൻ നെക്സ്റ്റ് 14 27 ഉം 13 കൂടെ ആഡ് ചെയ്തിട്ട് 14 കൊണ്ട് ആ ആൻസറിനെയും ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം? ഇവിടെ എന്താ ഒരു പറഞ്ഞത് ചെയ്യാൻ വേണ്ടിയിട്ട്? ജസ്റ്റ് നമ്മൾ ഇതിനെ ഒന്ന് വാരിയബിൾസ് യൂസ് ചെയ്ത് എക്സ്പ്രസ് ചെയ്ത് കൊടുക്കുക, അത്ര മാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 40 27 30 ഇവിടെ 3 നമ്പേഴ്സ് ഉണ്ട്. അത് നമുക്ക് A B and C ആയിട്ട് എടുക്കാം. ഓക്കെ, സോ ഇത് നമുക്ക് A, ഇവിടെ 27 B ആൻഡ് 30 നമുക്ക് C ആയിട്ട് എടുക്കാം. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെയാ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നേ? അത് നമ്മൾ A + B ചെയ്യും. ദെൻ ആ കിട്ടുന്ന ആൻസറിനെ കൊണ്ട് നമ്മൾ C ആഡ് ചെയ്യും. ദെൻ അല്ലാത്തൊരു മെത്തേഡ് എന്താണ്? നമുക്ക് A അവിടെ വെക്കാം, എന്നിട്ട് നമ്മൾ ബിയും സിയും കൂടെ ആഡ് ചെയ്യും. ദെൻ ആ കിട്ടുന്ന ആൻസർ കൊണ്ട് നമ്മൾ എനെ ആഡ് ചെയ്യും. സോ ഇതാണ് നമ്മുടെ മാത്തമാറ്റിക്കൽ ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നമ്പേഴ്സിനെ എന്തായിട്ട് എടുത്തു? വേരിയബിൾസ് ആക്കി കൊടുത്തു. ജസ്റ്റ് അതൊന്ന് എഴുതി കൊടുക്കുക, അത്രയേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ച റൂൾസിന്റെ ബേസിൽ തന്നെയാണ് വരുന്നത്. ഇവിടെ നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫസ്റ്റ് 2 നമ്പർ ആഡ് ചെയ്ത് തേർഡ് നമ്പറിനോട് ആഡ് ചെയ്താലും, അല്ലെങ്കിൽ ആദ്യത്തെ നമ്പറിനെ അവിടെ വെച്ചിട്ട് സെക്കൻഡ് ആൻഡ് തേർഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുക, കിട്ടുന്ന ആൻസർ കൊണ്ട് എന്ത് ചെയ്യാ? ഫസ്റ്റ് നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്താലും ആൻസർ സെയിം. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? യാ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദെൻ ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മാത്രമല്ല, നമ്മൾ ഒരു പുതിയ കാര്യം കൂടെ ഇവിടെ പഠിക്കാൻ പോവാണ് കേട്ടോ. ദാറ്റ് മീൻസ് എക്സ്പ്രഷൻസ് വിത്ത് വാരിയബിൾസ്. നമ്മൾ എന്ത് ചെയ്യണം? വാരിയബിൾസ് വെച്ച് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിനെ നമ്മളൊന്ന് എഴുതണം. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് വൺ ഇസ് 12 സബ്സ്ട്രാക്റ്റഡ് ഫ്രം Z. അപ്പൊ ഇവിടെ ഒരു കണ്ടീഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ, വാരിയബിൾ വെച്ചിട്ടുള്ള ഒരു കണ്ടീഷൻ. അതിനെ നമുക്ക് എന്ത് ചെയ്യണം? മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്ത് കാണിക്കണം. ഓക്കെ, അപ്പം 12 സബ്സ്ട്രാക്റ്റഡ് ഫ്രം Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ മീനിങ്? എന്താ മീനിങ്? 12 സബ്സ്ട്രാക്റ്റഡ് ഫ്രം Z. സോ Z എന്ന് നമ്മൾ 12നെ സബ്സ്ട്രാക്ട് ചെയ്യുക, മൈനസ് ചെയ്യുക. അപ്പൊ അതിനെ എങ്ങനെ നമുക്ക് എഴുതാം? നമുക്കൊന്ന് എഴുതി നോക്കാം. Z മൈനസ് 12 അല്ലെ, എങ്ങനെയല്ലേ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുന്നത്? 12 സബ്സ്ട്രാക്റ്റഡ് ഫ്രം Z. Z എന്നാണ് സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ Z മൈനസ് 12 എന്ന് എഴുതിയത്, അല്ലാതെ 12 മൈനസ് Z എന്ന് എഴുതിയത് അത് റോങ് ആണ്. ഓക്കെ, നമ്മൾ എപ്പോഴും സബ്സ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ മാറി, അഡിഷന്റെ കേസിലാണെങ്കിൽ നമുക്ക് നോ പ്രോബ്ലം. പക്ഷെ സബ്സ്ട്രാക്ഷന്റെ കേസിൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നെഗറ്റീവ് വരുമ്പം നമ്മൾ അത് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ അതിൽ ആൻസറിന് ചേഞ്ചസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് വായിക്കുക, അതിനനുസരിച്ച് എഴുതുക. ഓക്കെ, ഇവിടെ Z മൈനസ് 12 ക്ലിയർ ആണോ? നമുക്ക് അടുത്ത നോക്കാം. 25 ആഡഡ് ടു R. അവിടെ എന്താ ചെയ്തത്? 25 ആഡഡ് ടു R, അതായത് 25 R-ന്റെ കൂടെ എന്താക്കുക? ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? R പ്ലസ് 25. സോ നമ്മൾ R-ന്റെ കൂടെ 25 ആഡ് ചെയ്തു. ദാറ്റ് ഇസ് R പ്ലസ് 25. ക്ലിയർ ആണോ? അടുത്ത നോക്കാം നമുക്ക്. നെക്സ്റ്റ് എന്താണ്? P മൾട്ടിപ്ലൈഡ് ബൈ 16. അവിടെ എന്താ ചെയ്യുന്നത്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. P 60യുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് P ഇൻറ്റു 16 ആണ്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെയാന്ന് കുറച്ച് സ്റ്റൈലായിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? P ഇൻറ്റു 16 എഴുതണോ? കാരണം നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, മാത്സിൽ നമ്മൾ അധികം ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ സിമ്പൽ യൂസ് ചെയ്യാറില്ല. അതെന്തുകൊണ്ടാണ് നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ സിമ്പൽ യൂസ് ചെയ്യാത്തത്? കാരണം നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ സിമ്പലും എക്സും എന്ന് പറയുന്നത് ഒരേപോലെയുള്ള ആളുകളാ അല്ലെ. അപ്പൊ അവിടെ നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസസ് കൂടുതലാണ്. കാരണം നമ്മൾ ഈ വാരിയബിൾസിന്റെ ഒക്കെ ചാപ്റ്റേഴ്സിൽ മൾട്ടിപ്ലിക്കേഷൻ സിമ്പൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എക്സ് ഓൾറെഡി നമ്മൾ വാരിയബിൾ ആയിട്ട് യൂസ് ചെയ്യും. അതിന്റെ കൂടെ ഈ മൾട്ടിപ്ലിക്കേഷനും കൂടെ വരുന്ന സമയത്ത് നമുക്ക് എന്താവും? കൺഫ്യൂഷൻ ആവും. അപ്പൊ അതുകൊണ്ട്
നമ്മൾ എന്ത് ചെയ്യുക, ഈ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ സിമ്പിൾ അധികം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, മാത്സിൽ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. നമ്മൾ ചെറിയ ക്ലാസ്സിൽ ജസ്റ്റ് 2 into 4 അല്ലെങ്കിൽ 5 into 2 അങ്ങനെ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ യൂസ് ചെയ്യുക. വാരിയബിൾസിന്റെ കൂടെ വരുമ്പോൾ ജസ്റ്റ് നമ്മൾ എഴുതി കൊടുത്താൽ തന്നെ അവിടെ മീനിങ് എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇപ്പൊ ഞാൻ ഇതിനെ ഇങ്ങനെ എഴുതുന്നു, 16p. ഇതിന്റെ മീനിങ് എന്താ, 16ഉം പിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാനാ. അല്ല നമ്മൾ 16 into ആ സിമ്പൽ കൊടുത്ത് പി എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ പി ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അവിടെ വാരിയബിൾ എക്സ് ആണ് തന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതിയാല് 60 into x ഇങ്ങനെ എഴുതുമ്പം അത് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാത്സിൽ ഒരിക്കലും ഇത് പ്രിഫർ ചെയ്യുന്നില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്, ജസ്റ്റ് ഇങ്ങനെ എഴുതി കൊടുത്താൽ മതി, 16p എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടുത്തെ മീനിങ് എന്താ, p മൾട്ടിപ്ലൈഡ് ബൈ 16. 16ഉം പിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ദാറ്റ് ഇസ് 16p. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, y ഡിവൈഡഡ് ബൈ 8. നമ്മൾ എന്താ ചെയ്യുന്നത്, y ഡിവൈഡഡ് ബൈ 8. അതായത് y-നെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. y ഡിവൈഡഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ അവിടെ ഡിവിഷൻ ആണ് അല്ലെ. നമുക്ക് എങ്ങനെ എഴുതാം, y by 8. അതല്ലേ നമ്മൾ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുന്നത്, y ഡിവൈഡഡ് ബൈ 8. അതായത് y-നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു, y ഡിവൈഡഡ് ബൈ 8. അപ്പൊ y by 8 ഇങ്ങനെ എഴുതിയാൽ മതി. ഇങ്ങനെ എഴുതില്ല, നമ്മൾ ഡിവിഷൻ എഴുതുന്ന സമയത്ത് y ഡിവൈഡഡ് ബൈ 8 ഇങ്ങനെയും എഴുതാം, നോ പ്രോബ്ലം. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് ഇങ്ങനെ എഴുതിയിട്ടാണ് ശീലിക്കേണ്ടത്, y by 8. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണോ? എക്സ്പ്രഷൻസ് വിത്ത് വാരിയബിൾസ് നമ്മൾ എന്താ ചെയ്തത്, ഡിഫറെന്റ് എക്സ്പ്രഷൻസിനെ വാരിയബിൾസ് യൂസ് ചെയ്ത് മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ ഈ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ നെക്സ്റ്റ് പ്രോബ്ലം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലത്തെ ഒരു പ്രോബ്ലം ആണ്. സോ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈങ് ദി ഓപ്പറേഷൻ അഡിഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇൻ ഫോമിംഗ് ദി ഫോളോയിങ് എക്സ്പ്രഷൻ ആൻഡ് ടെൽ ഹൗ ദി എക്സ്പ്രഷൻസ് ഹാവ് ബീൻ ഫോംഡ്. അപ്പം ഇവിടെ കുറച്ച് നേരത്തെ നമ്മൾ ചെയ്തത് എന്താ, നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നു അല്ലെ, അതിനെ നമ്മൾ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്തു. ഇപ്പൊ ഇവിടെ കാണുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, മാത്തമാറ്റിക്കലി ആ തന്നെ നമ്മളോട് അതെന്താ പറഞ്ഞ്, അതിന് നമ്മളൊന്ന് എക്സ്പ്രസ് ചെയ്ത് കാണിക്കുക അല്ലെ. നമ്മൾ അതിനൊന്ന് സെന്റൻസ് ആക്കി എഴുതിയിട്ട് കാണിച്ചു കൊടുക്കുക, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, സോ അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ z+1 ആണ്. അവിടെ എന്താ ചെയ്തത്, z-ന്റെ കൂടെ 1-നെ ആഡ് ചെയ്ത് കൊടുത്തു അല്ലെ, അത്രയല്ലേ ചെയ്തിട്ടുള്ളൂ. സോ അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യനിൽ കണ്ട അതേപോലെ നമുക്ക് ചെയ്യാം അല്ലെ. നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നും കൂടെ നോക്കാം. കണ്ടോ, ഇവിടെ കണ്ടില്ലേ 25 ആഡഡ് ടു r. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, r+25 എന്ന് എഴുതി അല്ലെ. അതേപോലെ തന്നെയാണ് ഇവിടെ ചോദിച്ചത്. ഇവിടെ z+1 ആണ്, ദാറ്റ് മീൻസ് 1 is added to z. നമ്മൾ എന്ത് ചെയ്യാ, 1 z-ന്റെ കൂടെ ആഡ് ചെയ്യാ. ഓക്കെ, 1 added to z-ന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, z+1 കിട്ടും. ഓക്കെ, ക്ലിയർ ആയില്ലേ? നേരത്തെ ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, y-17. അപ്പൊ y-17 ആണ്, ദാറ്റ് മീൻസ് 17 സബ്ട്രാക്റ്റഡ് ഫ്രം y അല്ലെ. നമ്മുടെ y-ന്റെ അകത്ത് നമ്മൾ 17-നെ സബ്ട്രാക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 17 സബ്ട്രാക്റ്റഡ് ഫ്രം y, അതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, y by 17 ആണ്. സോ അവിടെ എന്താ വരുന്നത്, ഡിവിഷൻ ആണ് വരുന്നത്. ദാറ്റ് മീൻസ് y is divided by 17. y is divided by 17. നമ്മൾ y-നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അതാണ് തേർഡ് ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് എന്താണ്, -7m - 3. അവിടെ രണ്ട് കേസസ് വരുന്നുണ്ട് അല്ലെ. ആദ്യം വരുന്നത് എന്താ, -7m ആണ്. -7m എന്ന് പറഞ്ഞാൽ ഒരു വാരിയബിളും ഒരു നമ്പറും കൂടെ ഒരുമിച്ച് എഴുതുമ്പോൾ അവിടെ എന്താ വരുന്നത്, മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ പറഞ്ഞ പോലെ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ യൂസ് ചെയ്യില്ല, നമ്മൾ ഡയറക്റ്റ് എഴുതുക ചെയ്യാം. അപ്പൊ ഇവിടെ -7m ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ പറയാം,
-7 is multiplied with m അല്ലെ, -7ഉം m കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. ആൻഡ് ദി റിസൾട്ട് is subtracted from -3. എന്നിട്ട് എന്ത് ചെയ്തു, അതിന്റെ റിസൾട്ട് നിന്ന് -3 സബ്സ്ട്രാക്ട് ചെയ്തു അല്ലെ. റിസൾട്ട് ആണ്, ഇതിന്റെ റിസൾട്ട് എന്നാണ് നമ്മൾ മൈനസ് ചെയ്യുന്നത്. ഇവിടെ -7m ചെയ്തു, ആ കിട്ടുന്ന റിസൾട്ട് നമ്മൾ -3 എന്ത് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ 2 പാർട്ടാക്കിയിട്ട് വേണം എഴുതാൻ വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ -7m ആണ്, അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. സോ m is multiplied with -7 and പിന്നെന്ത് വരും, ദാറ്റ് റിസൾട്ട് is subtracted from -3. -3 നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ലേ? അപ്പൊ ഇങ്ങനെ 2 ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ചിലപ്പോൾ അത് മാത്തമാറ്റിക്കലി തന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതാൻ വേണ്ടി പറയും. ചിലപ്പോൾ നമുക്കത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരും, നമ്മൾ അതിനെ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യണം വാരിയബിൾസ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ?